Hello everyone, welcome to Franklin's Lectures, India's #1 engineering educational platform. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? സെമസ്റ്റർ 5-ലുള്ള PC MET 501 ഡൈനാമിക്സ് ഓഫ് മെഷീനറിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഡൈനാമിക്സ് ഓഫ് മെഷീനറി നമ്മൾ അല്ലെങ്കിൽ DOM എന്നൊക്കെ പറയും. സോ നമ്മൾ S4-ൽ നിങ്ങൾ പഠിച്ചിരുന്നു മെക്കാനിക്സ് ഓഫ് മെഷീനറി എന്ന് നമുക്ക് പറയാൻ പറ്റും. S4-ൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു മെക്കാനിക്സ് ഓഫ് മെഷീനറി. മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സോ നമ്മളൊരു മെക്കാനിസം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സോ നമ്മൾ ഒരു മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ, അല്ലെങ്കിൽ ഒരു മെക്കാനിസം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ പഠിച്ചത്. നേരെ മറിച്ച് ഡൈനാമിക്സ് ഓഫ് മെഷീനറി, മെക്കാനിക്സ് ഓഫ് മെഷീനറിയുടെ ഒരു സക്സസർ ആണ് എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും, ഡൈനാമിക്സ് ഓഫ് മെഷീനറി. സോ ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ മോഷനും എലോങ് വിത്ത് നമ്മൾ എന്താണ് ഫോഴ്സും കൂടെ ഇവിടെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, മോഷൻ എലോങ് വിത്ത് എന്താണ് ഇനേർഷ്യ ഫോഴ്സ്, വൈബ്രേഷൻ അനാലിസിസ്, അതുപോലെ തന്നെ ഡൈനാമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. മോഷൻ എലോങ് വിത്ത് ഫോഴ്സസ് നമ്മൾ എന്താണ് ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു ഡൈനാമിക്സ് ഓഫ് മെഷീനറി. കോഡ് നമുക്കറിയാം, കോഡ് PC MET 501 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ്, 100 മാർക്സ് ആണ്. നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്ക് എന്താണ് 40 മാർക്സിനുണ്ട്. അതുപോലെ തന്നെ സെമസ്റ്റർ എക്സാമിനേഷൻ നമുക്കുള്ള മാർക്ക് എത്രയാണ്, 60 മാർക്സും കൂടെയാണ്. സോ ടോട്ടൽ നമുക്ക് എന്താണ് 60 + 40 100 മാർക്സ് ആണ് നമുക്ക് ടോട്ടലി ഉള്ളത്. ആൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 2.5 hours ആണ് നമുക്ക് അറിയുകയും ചെയ്യാം. സോ നൗ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പാറ്റേൺ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇനീഷ്യലി നമുക്ക് എന്താണ് അറ്റൻഡൻസ് ക്യാരീസ് എന്താണ് 5 മാർക്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റൻഡൻസ് ക്യാരീസ് എന്താണ് 5 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അസൈൻമെന്റ് ഓർ പ്രോജക്ട് അതെന്താണ്, ഇറ്റ് ക്യാരീസ് 15 മാർക്സ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്റേണൽ എക്സാമിനേഷൻ 1, നമുക്ക് രണ്ട് ഇന്റേണൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. ഇന്റേണൽ എക്സാമിനേഷൻസ് 1 ആൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. That will carry എന്താണ് ഇന്റേണൽ എക്സാമിനേഷൻ 1 will carry 10 മാർക്ക്, ഇന്റേണൽ എക്സാമിനേഷൻ 2 will carry എന്താണ് 10 മാർക്സ്. സോ ടോട്ടലി 20. സോ നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്സും ടോട്ടൽ എത്രയാണ് 40 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, യെസ്. സോ ഫോർ അറ്റൻഡൻസ് ഇറ്റ് ഇസ് 15. അസൈൻമെന്റ് പ്രോജക്റ്റ് നമുക്കുള്ളത് 15 മാർക്സ് ആണ്. ഇന്റേണൽ എക്സാമിനേഷൻ 1-ന് നമുക്കുള്ളത് 10 മാർക്സ് ആണ്. ഇന്റേണൽ എക്സാമിനേഷൻ 2-ന് നമുക്കുള്ളത് എന്താണ് 10 ആണ്. സോ ടോട്ടൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്കുള്ളത് എന്താണ് 40 മാർക്സ് ആണ്. അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് സെമസ്റ്റർ എക്സാമിനേഷൻസിനെ കുറിച്ചാണ്. സോ സെമസ്റ്റർ എക്സാമിനേഷൻ ക്യാരീസ് എന്താണ് 60 മാർക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിലെന്താണ് നമുക്ക് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ there is പാർട്ട് A and പാർട്ട് B. പാർട്ട് A നമുക്കറിയാം, പാർട്ട് Aയിൽ 3 മാർക്സ് ആണ്. ഡെഫിനറ്റ്ലി യു ഷുഡ് അറ്റൻഡ് എന്നാണ് ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പാർട്ട് Aയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം. പാർട്ട് Bയിൽ എന്താണ്, പാർട്ട് Bയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ പാർട്ട് A all question need to be answered. In part B each student can choose എന്താണ് any one full question out of the 2 question എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, സോ പാർട്ട് എയിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. പാർട്ട് എയിൽ എന്താണ് 2 questions from each module. So there will be 2 questions from each module and that 2 questions should be compulsorily എന്താണ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. സോ ടോട്ടൽ 8 questions ആണ്, ഈച്ച് ക്യാരിങ് എന്താണ് 3 മാർക്സ് എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് 4 മൊഡ്യൂൾ ആണ് ഉള്ളത്. 4 മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും 3 മാർക്സ്. സോ 4 into 2 8, 3 മാർക്സ് വിൽ ബി ദ ക്യാരിങ് എന്താണ് 8 into 3 24 മാർക്സ് നമുക്ക് ടോട്ടൽ ആയിട്ട് എന്താണ് പാർട്ട് എയിൽ നിന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് പാർട്ട് ബിയിൽ എന്താണ് 2 questions will be given from each module. സോ 2 questions will be given from each module. അതായത് ഒരു ഫസ്റ്റ് മൊഡ്യൂൾ ആണെങ്കിൽ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. ഔട്ട് ഓഫ് വിച്ച് 1 question should be answered എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 subdivisions. സോ ഏറ്റവും മാക്സിമം ആയിട്ട് നമുക്ക് എത്രയാണ് അവിടെ 3 subdivisions മാക്സിമം കാണുകയുള്ളൂ. സോ നമുക്ക് ജനറലി എന്താണ് ലൈക്ക് ഒരു ഡൈനാമിക്സ് ഓഫ് മെഷീനറി എന്നുള്ള സബ്ജക്ട് ഒക്കെ പറയുമ്പോൾ ഒരു 2 subdivision ഒക്കെ മാക്സിമം കാണുകയുള്ളൂ കേട്ടോ. സോ ഇവിടെ എന്താണ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എന്താണ് 9 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് കൻ ബി ആസ്ക്ഡ് എന്താണ് 5-4 അല്ലെങ്കിൽ 4-5 ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കുകയും ചെയ്യാം.
ഓക്കെ, സോ 4 into 9 ടോട്ടൽ നമുക്ക് പാർട്ട് ബിയിൽ വരുന്നത് 36 മാർക്സ് ആണ്. സോ പാർട്ട് എയിലെ 24 ആൻഡ് പാർട്ട് ബിയിലെ 36. സോ ടോട്ടൽ എത്രയാണ്? 60 മാർക്സ് ആണ് നമുക്ക് എന്തുള്ളത്? എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്സ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സിലബസ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് സിലബസ്, ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്കുള്ളത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസും ഡൈനമിക് ഫോഴ്സ് അനാലിസിസുമാണ്. സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, വിൽ ഓൾറെഡി ബി കൺസിഡറിങ് ഫോഴ്സസ് വെൻ എന്താണ് ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഉള്ളപ്പോൾ നമ്മൾ ഫോഴ്സിനെ അനലൈസ് ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡൈനമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോഴ്സ് അനാലിസിസ് വെൻ ദ ബോഡി ഈസ് അണ്ടർ എന്താണ് ആക്സിലറേഷൻ, അങ്ങനെ ഒരു അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്താണ് നമ്മൾ പഠിക്കും. 2, 3 and 4 members, 2 and 3 force members, 4 bar and slider crank mechanism, അതിന്റെ എന്താണ് ഗ്രാഫിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് വിർച്വൽ വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഹാഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു മൊഡ്യൂൾ 1. ദാറ്റ് ഈസ് ബേസിക്കലി എന്താണ്, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ്. സോ സെക്കൻഡ് പാർട്ട് എന്താണ്, ഡൈനമിക് ഫോഴ്സ് അനാലിസിസ്. ഡൈനമിക് ഫോഴ്സ് അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, വിൽ ബി എന്താ യൂസിങ് ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ. ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ഡൈനമിക് ആയിട്ടുള്ള ബോഡിയെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്തായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത് കേട്ടോ. സോ ഫോഴ്സ് ആൻഡ് മൊമെന്റ് ഇക്വിലിബ്രിയം, ഇന്റേണൽ ഫോഴ്സസ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്, ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ് ഓൾറെഡി ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്താണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡൈനമിക് അനാലിസിസ് ഓഫ് 4 bar ആൻഡ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ് ഒക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുന്നു മൊഡ്യൂൾ 1. ഓക്കെ, സോ നേരെ മൊഡ്യൂൾ 2ലേക്ക് കിടക്കുകയാണെങ്കിൽ എന്താണ്, ഗൈറോസ്കോപ്പ് ആൻഡ് ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ആണ്. എന്താണ്, ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസും ആണ് നമ്മൾ മൊഡ്യൂൾ 2ൽ നമ്മൾ നോക്കുക. ഓക്കെ, സോ ഗൈറോസ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ സ്പിന്നിങ് ഒബ്ജക്ട് ദാറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് എന്താണ് ബാലൻസ് ആൻഡ് ഡയറക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബാലൻസും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പിന്നിങ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗൈറോസ്കോപ്പ് എന്ന് നമ്മൾ കോമൺലി പറയുന്നത്. സോ എഫക്ട് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ എന്തൊക്കെ നമ്മൾ പഠിക്കണം, ബിയറിംഗ്സ്, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് 2 wheel 4 wheel വെഹിക്കിൾസ്, ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അടുത്ത ഹാഫിലേക്ക് വരുമ്പോൾ എന്താണ്, ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസ്. സോ സിംഗിൾ മാസസിനെ കുറിച്ച് നമ്മൾ പഠിക്കും, ബാലൻസിങ് ഓഫ് സിംഗിൾ മാസസ്. അതുപോലെ തന്നെ സെവറൽ മാസസ് ഇൻ സെയിം ആൻഡ് ഡിഫറെന്റ് പ്ലെയിൻസ്, സെവറൽ മാസസ് ഇൻ സെയിം ആൻഡ് ഡിഫറെന്റ് പ്ലെയിൻസിൽ നമ്മൾ അനലൈസ് ചെയ്യും. ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസസ് നമ്മൾ നോക്കും. പാർഷ്യൽ ബാലൻസിങ് ഓഫ് സിംഗിൾ സിലിണ്ടർ ആൻഡ് മൾട്ടി സിലിണ്ടർ ഇൻലൈൻ എൻജിൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, മൊഡ്യൂൾ 2ന്റെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് മൊഡ്യൂൾ 2ന്റെ സിലബസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3 അഗൈൻ, മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എന്താണ്, എഞ്ചിൻ സ്പീഡിനെ എന്ത് ചെയ്യുന്നു, ഒരു മീൻ സ്പീഡ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഞ്ചിൻ സ്പീഡ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്ന ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലൈ വീലിനെയും അല്ലെങ്കിൽ ഗവർണേഴ്സിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. സോ ഫ്ലൈ വീൽസ്, ഫ്ലൈ വീൽസ് എന്താണ് ചെയ്യുന്നത്, ഒരു ഫ്ലക്ച്വേഷൻ, കുറച്ചൊരു ഫ്ലക്ച്വേഷൻ ബാലൻസ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, എഞ്ചിനിൽ വരുന്ന ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്സിനെ ബാലൻസ് ചെയ്യാണ് ഫ്ലൈ വീൽസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മീൻ സ്പീഡിൽ എഞ്ചിനെ കൊണ്ടുപോവുക എന്നതാണ് എന്ത്, ഫ്ലൈ വീലിന്റെ ജോലി മെയിൻലി. ഓക്കെ, സോ ടേണിംഗ് മൊമെന്റ് ഡയഗ്രംസ് നമ്മൾ പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ 4 stroke എഞ്ചിൻസിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രംസ് ആണ് നമ്മൾ ബേസിക്കലി പഠിക്കുക. 4 stroke IC എഞ്ചിൻസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്താണ് നമ്മൾ പഠിക്കും. സ്പീഡ്, എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈ വീൽ. സോ നമുക്കറിയാം നമ്മുടെ ഏത് സ്ട്രോക്കിലാണ്, പവർ സ്ട്രോക്കിൽ നമ്മുടെ എഞ്ചിനിലേക്ക് എന്ത് ചെയ്യുന്നു, ഫ്ലൈ വീലിലേക്ക് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ബാക്കിയുള്ള സ്ട്രോക്സിലൊക്കെ എന്ത് ചെയ്യുന്നു, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന പവറിൽ നിന്നാണ് എടുത്ത് ബാക്കിയുള്ള സ്ട്രോക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഡിസൈൻ ഓഫ് ഫ്ലൈ വീൽസ്, അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് ഫ്ലൈ വീൽസ് നമ്മൾ നോക്കും, ഡിസൈൻ ഓഫ് ഫ്ലൈ വീൽസ് പഠിക്കും. അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ ബി സ്റ്റഡിങ് ഇൻ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൊഡ്യൂൾ 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഗവർണർ മെക്കാനിസം, ഗവർണർ എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ഓൾസോ കീപ്സ് ദ എഞ്ചിൻ എന്താണ്, ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻസ് ദ എഞ്ചിൻ എന്താണ്, മീൻ സ്പീഡ് ഓഫ് ദ എഞ്ചിൻ. ഇറ്റ് കൺട്രോൾസ് ദ മീൻ സ്പീഡ് ഓഫ് ദ എഞ്ചിൻ. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഫ്ലൈ വീലിന് ഇത് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എന്താണ്, ഫ്യൂവലിനെ ബേസ് ചെയ്താണ് കൺട്രോൾ ചെയ്യുന്നത്.
ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോയിന് അല്ലെങ്കിൽ ഫ്യൂവൽ സപ്ലൈയെ ബേസ് ചെയ്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഗവർണർ വിൽ കൺട്രോൾ ദ എന്തെന്ന് പറയാൻ പറ്റും, നമ്മുടെ മെയിൻ സ്പീഡ് എന്ന് നമുക്ക് എഞ്ചിന്റെ മെയിൻ സ്പീഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അവിടെ നമ്മൾ എന്താണ് പഠിക്കുക, ടൈപ്സ് ഓഫ് ഗവർണേഴ്സ് എന്താണ് നമ്മൾ പഠിക്കും, ഗ്രാവിറ്റി കൺട്രോൾ അല്ലെങ്കിൽ പോർട്ടർ പ്രോയൽ ഗവർണേഴ്സ് എന്താണ് നമ്മൾ പഠിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പ്രിംഗ് കൺട്രോൾഡ്, ഗ്രാവിറ്റി കൺട്രോൾഡ് ആണ് പോർട്ടർ ആൻഡ് പ്രോയൽ ഗവർണേഴ്സ്. സ്പ്രിംഗ് കൺട്രോൾഡ് ആണ് ഹാർട്ട്നൽ ഗവർണേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഐസോക്രോണിസം, സെൻസിറ്റിവിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ഹണ്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗവർണർ മെക്കാനിസത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മൊഡ്യൂൾ 3 പഠിക്കുന്നതുമായിരിക്കും. ഓക്കെ, മൊഡ്യൂൾ 4 നമ്മൾ നോക്കുവാണെങ്കിൽ അഗെയിൻ മൊഡ്യൂൾ 4 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് പ്യൂർലി വൈബ്രേഷൻ അനാലിസിസ് ആണ്. വൈബ്രേഷനെ കുറിച്ച് എന്താണ് നമ്മൾ നാച്ചുറൽ വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഡാംഡ് വൈബ്രേഷനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന മൊഡ്യൂളാണ് 4th മൊഡ്യൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ എന്താണെന്ന് നമ്മൾ നോക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം, സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും നമ്മൾ നോക്കുന്നത് കേട്ടോ. പഴയ സിലബസിലൊക്കെയാണ് ഡബിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. സോ നമുക്ക് ഇവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല, ഇവിടെ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. സോ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ് ആൻഡ് ടോർഷണൽ വൈബ്രേഷൻ, അവിടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഇസ് ബൈ ന്യൂട്ടൺസ് മെത്തേഡ് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എനർജി മെത്തേഡിൽ നിന്ന് നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ഡാം സിസ്റ്റം. സോ ഡാം സിസ്റ്റം എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ടുവേർഡ്സ് വൈബ്രേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് ഡാമ്പിംഗ് എന്ന് നമുക്ക് പറയാം. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്താണ്, അല്ലെങ്കിൽ ലോഗരിതമിക് ഡിക്രിമെന്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫോഴ്സ്ഡ് ഹാർമോണിക് വൈബ്രേഷൻ. ഓക്കെ, റെസ്പോൺസ് ഓഫ് റെസിപ്രിക്കേറ്റിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ്, അൺബാലൻസ്, അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്താണ് നമ്മൾ പഠിക്കും. റെസനൻസ് എന്താണ് നമ്മൾ പഠിക്കും. നാച്ചുറൽ ഫ്രീക്വൻസിയും ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം വിൽ ബി ഈക്വൽ, ആ ഒരു കണ്ടീഷനിൽ റെസനൻസ് നമ്മൾ പഠിക്കും. വേളിംഗ് ഓഫ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് നമ്മൾ പഠിക്കും. വൈബ്രേഷൻ ഐസൊലേഷൻ, ഒരു മെക്കാനിസത്തിൽ നിന്ന് അതിന്റെ സറൗണ്ടിങ്ങിലേക്ക് വൈബ്രേഷൻ പോകാതിരിക്കാൻ വേണ്ടി വൈബ്രേഷൻ ഐസൊലേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി, ആക്സിലറോമീറ്റർ, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മൊഡ്യൂൾ 4 നമ്മൾ പഠിക്കുകയും ചെയ്യുക. സോ നമ്മൾ 4 മൊഡ്യൂളിന്റെയും സിലബസിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഏതൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്, ആ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി എല്ലാ സ്റ്റുഡൻസിലും ഉണ്ടാവണം തീർച്ചയായിട്ടും. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സിലബസിന്റെ ഈ 4 മൊഡ്യൂളിലുള്ള ഈ സിലബസിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കുകയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് ഫോഴ്സ് അനാലിസിസ്. സോ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ എന്താണ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് മെക്കാനിസം ലൈക്ക് 4-bar ലിങ്കേജസ്, സ്ലൈഡർ ക്രാങ്ക് സിസ്റ്റംസ് ടു എൻഷുർ എന്താണ് പ്രോപ്പർ ബാലൻസ്, സ്മൂത്ത് മോഷൻ ആൻഡ് സ്ട്രക്ചറൽ സേഫ്റ്റി ഇൻ മെക്കാനിസം സച്ച് ആസ് എൻജിൻസ് ആൻഡ് കംപ്രസേഴ്സ്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് ഫോഴ്സ് അനാലിസിസിന്റെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എൻഷുവേഴ്സ് എന്താണ് പ്രോപ്പർ ഫോഴ്സ് ബാലൻസ് ഉണ്ടാവും, സ്മൂത്ത് മോഷൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ സേഫ്റ്റി ഇൻ മെഷീൻ സച്ച് ആസ് എൻജിൻസ് ആൻഡ് കംപ്രസർ ഒക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു എന്താണ് സ്റ്റഡി എന്താണ് സ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് എന്താണ് ഗൈറോസ്കോപ്പിക് എഫക്ട്. ഓക്കെ, അപ്ലൈഡ് ഇൻ സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ ഓഫ് വെഹിക്കിൾസ്, ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ്, helping maintain balance during turning, pitching and rolling motions എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്താണ് ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് മാസസ്. സോ ഇവിടെ എന്താണ് എസെൻഷ്യൽ ഇൻ എൻജിൻസ്, turbines and rotating machinery to reduce vibrations, improve efficiency, increase lifespan of components. So നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈബ്രേഷൻസ് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻസിന്റെ ലൈഫ് സ്പാൻ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, അപ്ലിക്കേഷൻസ് ഓഫ് എന്താണ് ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് മാസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നെക്സ്റ്റ് ഇസ് ഫ്ലൈ വീൽ. സോ ഫ്ലൈ വീൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ് IC എഞ്ചിൻസിലാണ് കൂടുതൽ, നമ്മൾ പ്രസസിൽ അല്ലെങ്കിൽ പവർ സിസ്റ്റംസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ ഫ്ലൈ വീൽസിനെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ എനർജി ആൻഡ് എന്താണ് റെഡ്യൂസ് ഫ്ലക്ച്വേഷൻ ഇൻ സ്പീഡ്. സോ സ്പീഡിൽ ഏർപ്പെടുന്ന ഫ്ലക്ച്വേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോമൺലി എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലൈ വീൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻഷുവറിങ് എന്താണ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, കോൺസ്റ്റന്റ് സ്പീഡ് നമുക്ക് ലഭിക്കുന്നു,
അതുവഴി നമുക്ക് എന്താണ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്ലൈ വീൽസ്. സോ ഗവർണർ മെക്കാനിസം അത് തന്നെയാണ്. ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ എൻജിൻസ് ആൻഡ് ടർബൈൻസ് യൂസ് ടു റെഗുലേറ്റ് എന്താണ് സ്പീഡ് ഓട്ടോമാറ്റിക്കലി. സോ വേരിയിങ് ലോഡ്സിലൊക്കെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ദാറ്റ് ഇസ് ബൈ ദ ഹെൽപ്പ് ഓഫ് എന്താണ് ഗവർണേഴ്സ് ആണ് കേട്ടോ. സോ സ്പീഡ് ഓട്ടോമാറ്റിക്കലി അണ്ടർ വേരിയിങ് ലോഡ് കണ്ടീഷൻസ് ഇംപ്രൂവിങ് പെർഫോമൻസ് ആൻഡ് സേഫ്റ്റി എന്ന് നമുക്ക് പറയാൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് വൈബ്രേഷൻ അനാലിസിസ്. ഓക്കെ, സോ അപ്ലൈഡ് ഇൻ മെഷീനറി ഡിസൈൻ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് ടു കൺട്രോൾ എന്താണ് വൈബ്രേഷൻസ്, അതുപോലെ റെസൊണൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഒമേഗ ഈക്വൽ ടു ഒമേഗ എൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. ആൻഡ് എൻഹാൻസ് ഡ്യൂറബിലിറ്റി ആൻഡ് കംഫർട്ട്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം കംഫർട്ട് ഫോർ ദ യൂസർ, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ വൈബ്രേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയും ടു അവോയ്ഡ് റെസൊണൻസ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈബ്രേഷൻ അനാലിസിസ് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. സോ വേളിംഗ് ഓഫ് ഷാഫ്റ്റ്സ്, സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഡിസൈൻ ഓഫ് ഹൈ സ്പീഡ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്സ്. ഓക്കെ, സച്ച് ആസ് ദോസ് ഇൻ ടർബൈൻസ്. നമ്മുടെ ക്രിട്ടിക്കൽ സ്പീഡ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡെറിവേഷൻ ഉണ്ട്. ക്രിട്ടിക്കൽ സ്പീഡിന്റെ ഒരു ഡെറിവേഷൻ ഒക്കെ നമ്മൾ ഇവിടെയാണ് പഠിക്കുക. ടർബൈൻസ് മോട്ടർ ടു പ്രിവെന്റ് ഫെയിലിയർ ഡ്യൂ ടു എന്താണ് എക്സസീവ് വൈബ്രേഷൻ. സോ ആ ഷാഫ്റ്റിന്റെ ഫെയിലിയർ ഡ്യൂ ടു ദിസ് എക്സസീവ് വൈബ്രേഷൻ നമുക്ക് തടയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വേളിംഗ് ഓഫ് ഷാഫ്റ്റ്സിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വൈബ്രേഷൻ ഐസൊലേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം. Okay, used in buildings, vehicles and industrial machines to minimize transmitted vibrations and improve operational stability. So for example നമുക്ക് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ, ഒരു ലെയ്ത്ത് ഒക്കെ ഉണ്ടെങ്കിൽ, ലെയ്ത്തിൽ നിന്നുള്ള വൈബ്രേഷൻ ഫ്ലോറിലേക്ക് പോകാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ വൈബ്രേഷൻ ഐസൊലേഷൻ ചെയ്യും. ഒരു മെക്കാനിസത്തിൽ നിന്നൊരു സ്ട്രക്ചറിലേക്ക് വൈബ്രേഷന്റെ എഫക്റ്റ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വൈബ്രേഷൻ ഐസൊലേഷൻ ചെയ്യും. നമ്മൾ ഒരു കോൺക്രീറ്റ് ബെഡ് ആവാം, അല്ലെങ്കിൽ ഹെവി സ്പ്രിങ്സ് ആവാം, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ വൈബ്രേഷൻ ഐസൊലേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുക. ഇറ്റ് ഇസ് യൂസ് ഫോർ എന്താണ് മിനിമൈസ് ദ ട്രാൻസ്മിറ്റഡ് വൈബ്രേഷൻ. വൈബ്രേഷന്റെ ട്രാൻസ്മിറ്റിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ആൻഡ് ഇംപ്രൂവ് എന്താണ് ഓപ്പറേഷണൽ സ്റ്റെബിലിറ്റി. സോ മെഷീൻ എന്താണ് പ്രോപ്പറായിട്ട് നമുക്കൊരു ബെറ്റർ സർഫസ് ഫിനിഷും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെഷീന് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് വൈബ്രേഷനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് എന്താണ് വൈബ്രേഷൻ ഐസൊലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വൈബ്രേഷൻ ഐസൊലേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വി ഹാവ് ഡിസ്കസ്ഡ് എന്താണ് ഡൈനാമിക്സ് ഓഫ് മെഷീനറിയുടെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ സിലബസ് നമ്മൾ 4 മൊഡ്യൂളിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് 4 മൊഡ്യൂൾസ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. സോ വളരെ എന്താണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡൈനാമിക്സ് ഓഫ് മെഷീനറി ഇസ് എ വെരി ഹാർഡ് സബ്ജക്ട്. ബട്ട് അങ്ങനെയല്ല. ഡൈനാമിക്സ് ഓഫ് മെഷീനറി പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.